നമസ്കാരം. ഞാനുള്ളത് വൃന്ദാവനിലാണ്. അപ്പം വൃന്ദാവനിൽ പല സ്ഥലങ്ങളുമുണ്ട് കാണാൻ. ഇവിടെയാണ് ശ്രീകൃഷ്ണൻ കളിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ബിഹാരി മന്ദിരമാണ് പോകുന്നത്. ഇന്നലെ പ്രേം മന്ദിർ കണ്ടു. അപ്പം നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ബാക്കി ബിഹാരി മന്ദിർ പോകുന്ന വഴിക്കുള്ള ചില പഴയ കാഴ്ചകളൊക്കെയാണ്. ഇത് നമ്മുടെ നാട്ടിലെ കുളമൊക്കെ ഇല്ലേ, അതുപോലത്തെ സംഭവമാണ്. ഇവിടെ നിറച്ചും കുരങ്ങന്മാരുണ്ട്, അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആവണം. ബാങ്കി ബിഹാരി മന്ദിർ അതപ്പോൾ ആ കാണുന്നില്ല, അതാണ്. ഈ കാണുന്നതാണ് ബാങ്കി ബിഹാരി. ഏറ്റവും പുരാണമായ ഏറ്റവും പഴയ ഒരു ശ്രീകൃഷ്ണ മന്ദിരമാണ് ഇവിടുത്തെ. ഇത് വളരെ പഴയ ഇവിടെ ഏൻഷ്യൻ്റ് വെരി ഓൾഡ് പഴയ ഒരു മോണ്യുമെൻ്റാണ്, മന്ദിരമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബാങ്കി ബിഹാരിയുടെ മന്ദിരമാണ്. വളരെ പഴയ ഒരുപാട് വർഷം പഴയുള്ള മന്ദിരമാണ് ശ്രീകൃഷ്ണന്. അവിടെ കാണാം, നിങ്ങൾക്ക് തത്തേനൊക്കെ കാണാം. ഞാൻ കാണിച്ചു തരാണ്. കുറച്ച് തത്തകളൊക്കെ ആ ഹോളിലൊക്കെ നിൽക്കുന്നുണ്ട. വളരെ പഴയൊരു അമ്പലമാണ്. ഇതിൽ ഭയങ്കര ഫേമസ് ഉണ്ട്. ശ്രീകൃഷ്ണ രാസലീല നടത്തിയ സ്ഥലം, ഗോപികമാരായിട്ട് ഡാൻസ്, ആ നൃത്തമൊക്കെ അതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഉണ്ട്. മദൻ മോഹൻ മന്ദിരമാണ്, തെറ്റിപ്പോയതാണ്. തത്തയൊക്കെ നിൽക്കുന്നുണ്ട്, അടിപൊളിയല്ലേ. ബാങ്കി ബിഹാരി ജി ടെമ്പിൾ ആണ്, അവിടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബാങ്കി ബിഹാരിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൃന്ദാവൻ ഗലി എന്ന് പറയാം. വളരെ പഴയ ക്ഷേത്രമാണ്. ഇവിടെ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെയാണ് വൃന്ദാവനിലെ ഗലി. ഞാൻ കണ്ട ശ്രീകൃഷ്ണൻ്റെ ജനിച്ച സ്ഥലം. അവിടുത്തെ സ്വീറ്റ്സൊക്കെ വളരെ പഴയ ഒരു സ്ട്രക്ചേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വഴി തന്നെയാണ്. ചെറിയ പുതിയ തരം കടകളൊക്കെ ഇവിടെയും വന്നിട്ടുണ്ടെങ്കിലും കണ്ടോ. ഈ അമ്പലത്തിലേക്ക് ഈ വഴിയുണ്ട്, ആ വഴിയുണ്ട്, അറിയത്തില്ല. ഇതാണ് അവിടെ ഇടാനുള്ള പ്രസാദമാണ്. കണ്ട തുളസിയുടെ ഇത്. ഞാനൊന്ന് വാങ്ങിക്കാം. മേ ബി എങ്കിലും നമ്മുടെ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാൻ പോവാണ്. ഭയങ്കര തിരക്കാണ്. ഇത് വളരെ പഴയ കണ്ട, ഇതിലൂടെയൊക്കെയാണ് അമ്പലത്തിൽ പോകേണ്ടത്. വളരെ പഴയ സ്ഥലങ്ങൾ. कन्हैया का कोई बच्चा आ जाए तो सर से उठाएगी जूते से, कभी का खजाना नहीं ला हाथ ला नीचे मौत तरह. ഇതാണ് ബാക്കി മന്ദിരിൻ്റെ ഏറ്റവും പഴയ ആ കാലഘട്ടത്തിലുള്ള. എത്ര കാലം പഴയതാന്നുള്ളത്. जय जय राधा वल्लभ, जय जय.
अगर रखा ये तो बढ़िया करवाएगा जामुन फ्रूट में करवाना ना राधे 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 अपने इधर देखो साइड साइड राधे साइड हाँ यार क्लियर സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് രാധാക്ഷേത്രമാണ്. അപ്പോൾ ഇനിയാണ് ബാക്കി ബിഹാരി പോകുന്നത്. ഇപ്പോൾ ബാക്കി ബിഹാരി എന്ന അർത്ഥം തന്നെ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ആ ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ആ ഒരു രൂപമില്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ, അപ്പോൾ അതിനെയാണ് ബാക്കി ബിഹാരി അതിൻ്റെ ഒരു. അപ്പോൾ എത്ര തിരക്കാണ് അതൊരു കാണാൻ, എത്ര തിരക്കുണ്ടെന്ന് നോക്ക്. ഇതൊക്കെ വളരെ പഴയ ഒരു പുരാതനമായ ഒരു സ്ഥലമാണ്. സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കാണാൻ. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. കുറച്ചുകൂടി ഉണ്ട്. കണ്ടതാണ് ബാക്കി ബിഹാരി മന്ദിർ. 1000 വർഷത്തോളം അതിനിടെ വരെ പഴക്കമുള്ളൊരു മന്ദിരാണിത്. അപ്പോൾ അതിനുള്ളിൽ ക്യാമറ അങ്ങനെ എടുക്കാൻ പറ്റി. These are famous puri sabzi of Vrindavan. No onion, no garlic, no ginger, nothing. Only just sabzi and puri. അതായത് ഇത് വൃന്ദാവനിലെ പൂരിയാണ്. അപ്പോൾ ഇതിൽ ഉള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടില്ല. പ്യുവർ പൂരിയും പിന്നെ ഒരു പച്ചക്കറിയുടെ കറിയുണ്ട്. അടിപൊളിയാണ്. ഇത് വൃന്ദാവനിലെ സ്പെഷ്യലാണ്. ये काली है क्या बोला? कालीधाम मंदिर. കാളിധാം മന്ദിർ. ഇത് വളരെ പഴയ ഒരു അമ്പലമാണ്. ഇപ്പോൾ ഇപ്പുറത്താണ് യമുന നദിയുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ കാളിയമർദ്ദനമൊക്കെ ഉണ്ടായതല്ലേ. അപ്പോൾ കാളീൻ്റെ പഴയ ക്ഷേത്രമായത്. അതിൻ്റെ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒറിജിനൽ സ്ഥലമാണ്. ഇവിടെ കാളിയമർദ്ദനം നടന്നത്.